Welcome to Garam Masala, the magic spices of cooking. റവ ലഡു. ഇന്ന് നമുക്ക് റവ ലഡു തയ്യാറാക്കിയെടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന സ്വാദിഷ്ടമായ ഒരു സ്വീറ്റ് ആണിത്. ഇതിനുവേണ്ടി നമുക്ക് ആദ്യം 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയെടുക്കാം. ഇതിലോട്ട് നമുക്ക് 10 കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കാഷ്യൂ നട്ട്സ് ഫ്രൈ ആയി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ റൈസൻസ് കൂടെ ചേർക്കണം. ഇതിനെ കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കാഷ്യൂ നട്ട്സും റൈസൻസും ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇതിനെ നമുക്ക് നെയ്യിൽ നിന്ന് മാറ്റാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്ക് ഈ തേങ്ങയെ നെയ്യിലോട്ട് ചേർക്കാം. ഈ തേങ്ങയെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ തേങ്ങയുടെ നിറം മാറേണ്ട ആവശ്യമില്ല. നമുക്കിതിനെ ഒരു ബൗളിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഈ പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതിനെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ റവ നന്നായി ചൂടായി വരണം. ഇതുപോലെ റവ വിട്ട് വരണം. അതുവരെ നമുക്കിതിനെ റോസ്റ്റ് ചെയ്യണം. ഇതിനെ കൂടെ നമുക്ക് ബൗളിലോട്ട് ചേർക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ പഞ്ചസാര പൊടിച്ചെടുത്തത് ഇവ ചേർത്ത് കൊടുക്കണം. നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ബാക്കി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ കൈ ഉപയോഗിച്ച് തന്നെ യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ചെറു ചൂടുള്ള പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/4 കപ്പോളം പാല് വേണ്ടിവരും. ആദ്യം നമുക്ക് കുറച്ച് പാൽ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്യാം. ആവശ്യമെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കണം. ഇതാണ് നമ്മുടെ മിക്സിന്റെ പരുവം. ഇനി നമുക്ക് റവ ലഡുവിനെ ഷേപ്പ് ചെയ്തെടുക്കാം. കുറച്ച് മിക്സ് എടുത്ത് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഓരോ ലഡുവായി നമുക്ക് തയ്യാറാക്കിയെടുക്കണം. നമ്മുടെ ഒരു ലഡു തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള റവ ലഡുകൾ കൂടെ തയ്യാറാക്കിയെടുക്കാം. ചെറു ചൂടോടുകൂടെ തന്നെ വേണം നമുക്ക് ഈ മിക്സിനെ ഉരുട്ടിയെടുക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ ലഡു പൊടിഞ്ഞു പോകും. ഇതുപോലെ നമുക്ക് എല്ലാ ലഡുകളും തയ്യാറാക്കിയെടുക്കണം. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി റവ ലഡു തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സെർവ് ചെയ്യാം. ഈ ലഡുവിനെ നമുക്ക് 2-3 ദിവസം റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാവുന്നതാണ്. അതുപോലെ 4-5 ദിവസത്തോളം നമുക്കിതിനെ ഫ്രിഡ്ജിലും സൂക്ഷിക്കാം. താങ്ക് യു.